ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് നമ്മളിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളും കൂടി എല്ലാവരും കൂടി ഇത് കാണുന്നവർ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചെവിക്ക് ചിലപ്പോൾ ചെന്നേക്കാം. ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. സ്കൂളിലെ കുട്ടികളും അല്ലാത്ത പെൺകുട്ടികളും ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അറിയാതെ ഇവർ മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ കഞ്ചാവും അല്ലെ മദ്യവും ഇതെല്ലാം അടിച്ച് കോൺ തെറ്റി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പിന്നെ കുട്ടികൾ പല രീതിയിലേക്ക് മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോവുകയും ഇതിപ്പോൾ തന്നെ സർക്കാരിന് ഇത് നിഷ്പ്രയാസം ഇത് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഇത് കഴിയുന്ന കാര്യവുമാണ്. ഇത് നമ്മളിപ്പോൾ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടുകാരും ഇത് നോക്കേണ്ടതാണ്. എൻ്റെ മക്കൾ വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാകും. ഇവർ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. കാരണം അവരുടെ കുഴപ്പമല്ല, അവരെ ഒരു വൺ റാക്കറ്റ് സംഘം തന്നെ ഇവരെ വട്ടമിട്ട് നടന്ന് അവരെ എങ്ങനെയെങ്കിലും കെണിയിൽ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ സാധിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല നിരപരാധികളായ കുട്ടികൾ ഒത്തിരി വീണ് പോകാറുണ്ട്. ഇതിനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഇത് ഉപദേശിച്ച് മാറ്റാനൊന്നും പറ്റുന്നതല്ല. ഇത് അങ്ങനെ ഉപദേശിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അടിയും ബഹളവും ഒക്കെ ആയിട്ട് ചിലപ്പോൾ തള്ളേനെയും നന്ദേനെയും ഒക്കെ കുത്തി കൊന്നും അതും ഇതും ഒക്കെ ചെയ്ത് പിന്നെ അവനെയൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. ജയിലിൽ കൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് ചത്തുപോണവും പോവും. അവര് പിന്നെ വന്നാലും ഉപദേശിച്ച് അവരൊന്നും നേരെയാകാനും പാടില്ല. ഇതൊരു സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ, അതായത് മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഇത് ഇവരിൽ എത്തിച്ചു കൊടുക്കണമെന്ന് ഒരു ഇതേ ഉള്ളൂ. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഇത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് എല്ലാവരും സഹകരിച്ച നിങ്ങളുടെ കുടുംബങ്ങൾ ഭദ്രമായിരിക്കും, സ്വസ്ഥമായി ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം ചിലപ്പോൾ കുടുംബങ്ങളെല്ലാം നശിച്ച് നാണക്കല്ല് പിടിച്ച് തല്ലും തലകീറിയും കുത്തിച്ച് കീറുന്ന ഒരു ലോകമായിട്ട് കേരളം ചിലപ്പോൾ മാറിയേക്കാം.